തെലങ്കാനയിലെ ഒ.ബി.സി സംവരണത്തെക്കുറിച്ചാണ് ഇന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആദ്യം ചർച്ച ചെയ്യുന്നത്. തെലങ്കാനയിൽ ഒ.ബി.സി വിഭാഗക്കാർക്ക് 42% സംവരണം. അവിടെ തൊഴിലിലും വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലുമുള്ള ഒ.ബി.സി സംവരണം 42% ഉയർത്തിയുള്ള 2 ബില്ലുകളാണ് കഴിഞ്ഞ ദിവസം തെലങ്കാന നിയമസഭ പാസാക്കിയത്. അത് അവിടെ അടുത്തിടെ നടപ്പാക്കിയ ജാതി സർവേ അടിസ്ഥാനമാക്കിയാണ്. സുപ്രധാനമായ ഈ തീരുമാനം രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അവിടെ നടത്തിയ ജാതി സർവേയിൽ തെലങ്കാനയിലെ ജനസംഖ്യയിൽ 56% പേർ ഒ.ബി.സി വിഭാഗക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം തന്നെയായിരുന്നു ഒ.ബി.സി വിഭാഗക്കാർക്ക് 42% സംവരണം ഉയർത്തുമെന്നത്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് സുപ്രീം കോടതി സംവരണ പരിധി 50% നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 ബില്ലുകൾ കൂടി നടപ്പാകുന്നതോടുകൂടി ഒ.ബി.സി അല്ല, തെലങ്കാനയിലെ ജാതി സംവരണം അത് 67% ഉയരുക. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി പരിധിക്കപ്പുറമായതുകൊണ്ട് ഈ തീരുമാനം കോടതിയിലടക്കം ചോദ്യം ചെയ്യപ്പെടാനും ഇടയുണ്ട്. എന്തായാലും എത്രത്തോളം വിപ്ലവകരമായ ഒരു തീരുമാനവും നീക്കവുമാണ് തെലങ്കാനയിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അജിംസ, ഒ.ബി.സി സംവരണമാണ് 42% ഉയർത്തിയുള്ള ഒരു നീക്കം തെലങ്കാനയിൽ വന്നിട്ടുള്ളത്. അത് എത്രത്തോളം വിപ്ലവകരമായ ഒരു ചുവടുവയ്പ്പാണ്? വിപ്ലവകരം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നടപ്പാക്കിയിട്ടുള്ള ബീഹാറാണ്. ബീഹാർ അത് നടപ്പാക്കിയപ്പോൾ ഈ സുപ്രീം കോടതിയിലൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്, 50% കൂടുതൽ സംവരണം പാടില്ല എന്നൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്, ക്യാപ്പുണ്ട്. അപ്പോൾ അത് മറികടക്കുമായിരുന്നു ബീഹാറിൽ അതുകൊണ്ട് അത് നടപ്പാക്കുന്നതിൽ കേന്ദ്രവും സഹകരിച്ചില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജാതി സെൻസസ് വേണം എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഈ ജാതി സെൻസസ് ജിത്ര ആബാദി ജിത്ന ഹക്ക്, അതാണ് രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം. എത്രയാണോ ജനസംഖ്യ അത്രയും പ്രാതിനിധ്യം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം. അതുകൊണ്ടാണ് ജാതി സെൻസസ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ തെലങ്കാന അത് നടപ്പാക്കുമ്പോൾ തെലങ്കാന ആദ്യം ജാതി സെൻസസ് നടത്തി, ജാതി സെൻസസിൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അതനുസരിച്ചുള്ള ഏതൊക്കെ സമുദായങ്ങൾക്ക് എത്ര പ്രാതിനിധ്യമുണ്ട്, ജനസംഖ്യാനുപതിയുമായ പ്രാതിനിധ്യമുണ്ട് എന്നവർ നോക്കി അതനുസരിച്ച് ഈ റിസർവേഷൻ അലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒ.ബി.സികളുടെ റിസർവേഷൻ 40% ഉയർത്തുക മാത്രമല്ല, ദളിത് റിസർവേഷനിൽ നേരത്തെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമം, അതായത് ദളിത് സബ് കാസ്റ്റുകളായി തിരിച്ചുകൊണ്ട് അതിലെ ഏറ്റവും വീക്കസ്റ്റ് സെക്ഷനിലുള്ളവർക്ക് കൂടുതൽ സംവരണം ലഭിക്കുന്ന രീതിയിൽ അത് കേന്ദ്രത്തിൻ്റെ ഒരു പോളിസിയോട് അലൈൻ ചെയ്യുന്ന ഒന്ന് തന്നെയാണത്. അതേക്കുറിച്ച് ധാരാളം ഡിബേറ്റ് ഉണ്ട്, അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെ ചെയ്താൽ കൂടുതൽ പ്രശ്നമാകുമോ എന്നുള്ളത്. പക്ഷേ ബി.ജെ.പിയുടെ കൂടി ഒരു പരിപാടിയാണ് ഈ ദളിതുകൾക്കിടയിലെ സബ് കാസ്റ്റുകൾക്കുള്ള സംവരണം എന്ന് പറയുന്നത്. എന്തായാലും ഒ.ബി.സി സംവരണ തോത് ഉയർത്തുന്നതോടുകൂടി എന്തായാലും തെലങ്കാനയിൽ ഈ പറയുന്ന സുപ്രീം കോടതിയുടെ 50% ക്യാപ്പ് അത് മറികടക്കുന്നുള്ള ഉറപ്പാണ്. ഇനി അത് മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ നിയമം ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ പെടുത്തണം. അങ്ങനെ 9ാം ഷെഡ്യൂളിൽ പെടുത്തിയാൽ മാത്രമേ നടപ്പാക്കാൻ കഴിയൂ. അങ്ങനെ നടത്തണമെങ്കിൽ എന്ത് വേണം? കേന്ദ്ര സർക്കാർ ഇതിനെ പിന്തുണയ്ക്കണം. ഇവിടെ യഥാർത്ഥത്തിൽ പെട്ടുപോകുന്നത് ബി.ജെ.പി തന്നെയാണ്. ബി.ജെ.പി പെട്ടു എന്ന് പറഞ്ഞാൽ ബി.ജെ.പിയും കോൺഗ്രസും ഒരേ സമയം ഒ.ബി.സി വോട്ടുകൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഒ.ബി.സി വോട്ടാണ് ബി.ജെ.പിയുടെ ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡ്. അവിടേക്ക് കോൺഗ്രസ് കടന്നു കയറുകയാണ്. കോൺഗ്രസ് കടന്നു കയറുന്നതിൻ്റെ ജാതി സെൻസസ് ആവശ്യപ്പെടുന്നു, ഒ.ബി.സി രാഷ്ട്രീയം പറയുന്നു. അതുപോലെ തന്നെ ഈ ജാതി സെൻസസ് നടപ്പാക്കുന്നു, ഒ.ബി.സികൾക്ക് കൃത്യമായ സംവരണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ബി.ജെ.പിയുടെ ഒരു ഏരിയയാണ് ഒ.ബി.സി രാഷ്ട്രീയം എന്ന് പറയുന്നത്. ബി.ജെ.പി അത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് അത് പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തെലങ്കാനയെ സംബന്ധിച്ച് തെലങ്കാനയിൽ ബി.ജെ.പി കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടില്ല. ആന്ധ്രയെ പോലെ തന്നെ കാര്യമായ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കിയിട്ടില്ല. ബി.ആർ.എസും അതുപോലെ കോൺഗ്രസുമാണ് അവിടെ പ്രധാനപ്പെട്ട എതിരാളികൾ. അവിടെ ബി.ജെ.പിക്ക് ഏതെങ്കിലും ഒരു സാധ്യത വേണമെങ്കിൽ അവിടെയും ഈ ഒ.ബി.സി വോട്ട് ബാങ്കിനെ പ്രീണിപ്പിച്ചുകൊണ്ടും സ്വാധീനിച്ചുകൊണ്ടും മാത്രമേ ബി.ജെ.പിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ ബില്ലിനെ ബി.ജെ.പി പിന്തുണയ്ക്കുന്നില്ല. ഇത് ഞങ്ങൾ സമ്മതിക്കില്ല, സുപ്രീം കോടതി പറഞ്ഞ 50% ക്യാപ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് കോണുകളിൽ നിന്ന് ബി.ജെ.പിക്ക് എതിർപ്പുണ്ടാകേണ്ടി വരും. തെലങ്കാനയിൽ അവരുടെ ഒരു പ്രോസ്പെക്ട്സ് അവസാനിക്കുകയാണ് അതോടുകൂടി. അപ്പോൾ അതുകൊണ്ട് രേവന്ത് റെഡ്ഡി മുന്നോട്ട് വയ്ക്കുന്ന ഈ ബില്ല് എതിർത്താൽ ബി.ജെ.പിക്ക് പിന്നെ തെലങ്കാനയിൽ ഒന്നും പറയാനുണ്ടാവില്ല. അവർ ലക്ഷ്യം വയ്ക്കുന്ന ഒ.ബി.സി വോട്ട് ബാങ്കിലേക്ക് അവർക്ക് പോകാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ 50% ക്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ EWS സംവരണം ഭരണഘടനാപരമാണ് എന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ടായിരുന്നു. അപ്പോൾ ആ വിധി പറയുമ്പോൾ സുപ്രീം കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഇത് നടപ്പാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ 50% എന്നുള്ളത് റിയലൈൻ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 10% മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയുള്ള സുപ്രീം കോടതി വിധി അവിടെയുണ്ട്. ആ വിധി നിലനിൽക്കെ ഈ 50% അത്ര മസ്റ്റാവുന്നില്ല. പലപ്പോഴും 50% മറികടന്നാൽ കുഴപ്പം വരുന്നില്ല എന്ന് മാത്രമല്ല,
100% സംവരണം എന്ന പഴയ കാൻഷിറാമിൻ്റെ ഒരു മുദ്രാവാക്യമുണ്ട്. 100% സംവരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും സംവരണം കൊടുക്കുക. ഓരോ സമുദായത്തിനും എത്ര പെർസെൻറ്റേജ് ജനസംഖ്യയുണ്ടോ അത്രയും പെർസെൻറ്റേജ് റിസർവേഷൻ വയ്ക്കുക. അത് മുന്നോക്കം പിന്നോക്കം ഒന്നും നോക്കേണ്ടതില്ല. മുന്നോക്കക്കാർ 10% ആണെങ്കിൽ 10% അവർക്ക് മുഴുവൻ സംവരണം കൊടുക്കുക എന്നുള്ളതാണ് കാൻഷിറാമിൻ്റെ നയം. അതിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം 50% സംവരണം കൊടുക്കാവൂ എന്ന് സുപ്രീം കോടതി 92 നിർദ്ദേശം ഇനി പ്രാബല്യത്തിലാവില്ല. കാസ്റ്റ് സെൻസസ് വരുമ്പോൾ പ്രത്യേകിച്ചും EWS മുന്നോക്ക സംവരണം കൂടിയുള്ള സാഹചര്യത്തിൽ 50% സാധ്യമാവില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ സമുദായങ്ങൾക്കും സംവരണം, എല്ലാവർക്കും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എന്ന് പറയുന്നത് കുറേ കൂടി നല്ല ആശയമായിട്ടാണ് തോന്നുന്നത്. അതിലേക്ക് ഇത് പോകുമോ എന്നുള്ളതാണ് പ്രധാന. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേന്ദ്രം ഇതിനെ പിന്തുണച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയൂ. കേന്ദ്രം ഇതിനെ 9th ഷെഡ്യൂളിൽ പെടുത്തണം. BJP ഭരിക്കുമ്പോൾ BJP സർക്കാർ, BJPയുടെ കൂടെ JDU കൂടിയുണ്ട്. മുമ്പ് ബീഹാറിൽ അവർ ഇതിൻ്റെ ചാമ്പ്യന്മാരാണ് സംവരണത്തിൻ്റെ. അപ്പോൾ ഇത് BJP എതിർക്കാനുള്ള സാധ്യത കുറവാണ്. രേവന്ത് റെഡ്ഡി കുറേ കൂടി കാര്യങ്ങൾ എളുപ്പമാവാനാണ് സാധ്യത. യെസ്, ഈ സംവരണ വിപ്ലവം മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാനിടയുണ്ടോ? പ്രത്യേകിച്ച് കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അവിടെ തെലങ്കാനയുടെ ചുവട് പിടിച്ച് കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു നീക്കം നടത്താനുള്ള ആർജവമുണ്ടോ സർക്കാരിന് എന്ന ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ജാതി സെൻസസ് എന്ന് പറയുന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പ്രസക്തമാകുന്നതെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം നമ്മൾ മുൻപേ നിശ്ചയിച്ച നമ്മുടെ സംവരണത്തിൻ്റെ ഒരു ക്രമമുണ്ട്. ആ ക്രമം അങ്ങനെ തുടർന്ന് പോരുകയാണ്. അതിനപ്പുറം പുതിയ അവകാശികൾ, സംവരണത്തിന് പുതിയ അവകാശികൾ അർഹതപ്പെട്ട ആളുകളുണ്ടോ ഉണ്ടെങ്കിൽ അവരെ പരതി കണ്ടുപിടിക്കുകയും അവർക്കൂടി സംവരണത്തിന് ആനുകൂല്യം കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, ഏതൊക്കെ മതവിഭാഗങ്ങൾ, ഏതൊക്കെ ജാതി വിഭാഗങ്ങൾ, ഏതെല്ലാം നിലയ്ക്ക് സമൂഹത്തിൻ്റെ മുഖ്യ ശ്രേണിയിലുണ്ട്, എന്നാൽ അവിടേക്ക് വരാൻ അർഹരാക്കപ്പെട്ട ആളുകൾ ഇപ്പോൾ അവഗണിക്കപ്പെട്ട് കിടക്കുകയാണോ, അതിൻ്റെ തോതും അതിൻ്റെ അകലവും കൂടിക്കൊണ്ടിരിക്കുകയാണോ, അത് ശരിയാവണ്ണം പരിശോധിച്ച് ഓരോരുത്തരുടെയും റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കാനുള്ള ഇടപെടൽ വേണം. അതുകൊണ്ടാണ് ജാതി സെൻസസ് വേണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. BJP അതിനോട് പിന്തുണയ്ക്കുന്നില്ല. ജാതി സെൻസസ് എന്ന് പറഞ്ഞ ആവശ്യത്തെ പിന്തുണയ്ക്കുകയോ അതിനവർ ഇനീഷ്യേറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്, ആളുകളെ തട്ടുകളായി തിരിച്ച് കലഹമുണ്ടാക്കാനുള്ള കോൺഗ്രസിൻ്റെ ശ്രമമാണെന്ന വിമർശനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP അതിനെതിരായി പറഞ്ഞത്. ഇപ്പോൾ നോക്കൂ, തെലങ്കാനയിൽ അവർക്ക് ഭരണാധികാരമുള്ള ഒരു സംസ്ഥാനത്ത് അവരിങ്ങനെ ഒരു നീക്കം നടത്തുക, ഇവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ തവണ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ത്യയിൽ. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകൾ നമുക്ക് ഇത്തവണ നേടണമെന്നാണ് മോദി പ്രസംഗിച്ചത്. ഇത്തവണ 400-ലധികം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മലയാളത്തിലുള്ള മുദ്രാവാക്യം, നമുക്ക് ഓർമ്മയുണ്ട്. ഈ 400-ലധികം സീറ്റുകൾ കൊണ്ടുവരുന്നത് ഭരണഘടന ഭേദഗതി ചെയ്ത് സംവരണമടക്കമുള്ള ആനുകൂല്യങ്ങൾ എടുത്തു കളഞ്ഞ് അടിത്തട്ടുകാരനെ തീർക്കാനാണ് എന്നാണ് കൗണ്ടർ ക്യാമ്പയിൻ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളെടുത്തത്. അത് നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യും നമ്മൾ കണ്ടു. എന്താണ്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരിക്കുമ്പോഴും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ സംവരണം എടുത്തു കളയാൻ BJP ശ്രമിക്കുന്നു എന്ന ഒരു മുദ്രാവാക്യമോ, അതുകൊണ്ടാണ് 400 ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ക്യാമ്പയിൻ വലിയ തോതിൽ BJPക്ക് തിരിച്ചടിയാവുകയും ഇപ്പുറത്തെ ചേരിക്ക് ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ആശയമായിരിക്കും ജാതി സെൻസസ് നടപ്പിലാക്കുക. ഏതൊക്കെ ജാതി ഏതൊക്കെ നിലയിലാണ് നിൽക്കുന്നത്, അവർക്ക് എന്തുമാത്രം അർഹമായ വിഹിതം കിട്ടുന്നു, ഇപ്പോഴും പരിഗണിക്കപ്പെടാത്ത ഉപവിഭാഗങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് സർക്കാരുകളുടെ പോളിസി ഡിസൈഡ് ചെയ്യുക, അതിനനുസരിച്ച് വിഹിത വിതരണം ഉറപ്പാക്കുക. ഇതാണ് അതിൻ്റെ പദ്ധതി. അപ്പോൾ അത് സത്യത്തിൽ ജാതി സെൻസസ് BJP ആഗ്രഹിക്കുന്നില്ല. അതിന് BJPക്ക് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. സംഘ്പരിവാറിൻ്റെ ഒരു ജാതിയെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് തന്നെ നമുക്കറിയാം. സംവരണത്തോട് തന്നെ പലപ്പോഴായി സ്വീകരിക്കുന്ന സമീപനം അറിയാം. അപ്പോൾ ഇത് രേവന്ത് റെഡ്ഡിയുടെ സർക്കാർ ഒരു ജാതി സെൻസസ് നടപ്പിലാക്കുന്നു, 42%. എന്നിട്ട് പറയുന്നത് എന്താണ്, മറ്റ് സംസ്ഥാനങ്ങളും ഇത് നടപ്പിലാക്കാൻ മുന്നോട്ട് വരുമെന്ന് ഞങ്ങൾ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. അത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ജാതി സെൻസസ് ഒരു ന്യായമായ ആവശ്യമാണല്ലോ. ഇന്ത്യ പോലെ ഇത്രമേൽ ജാതി നിബിഡമായ ഒരു രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും ഇപ്പോഴും ഏറ്റവും താഴെത്തട്ടിലെ മനുഷ്യർക്ക് ഭരണത്തിലോ അല്ലെങ്കിൽ മുഖ്യധാരയിലോ പങ്കാളിത്തമില്ല എന്ന് വിവിധ പഠനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ജാതി സെൻസസ് ഒരു മസ്റ്റായ സംഗതിയാണ്. അപ്പോൾ ആ കോസിനെ പിന്തുണയ്ക്കുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ജാതി സെൻസസ് നടപ്പിലാക്കി ഓരോ വിഭാഗത്തിനും അർഹമായ വിതരണം, ഏറ്റവും മാന്യമായ വിതരണം ചെയ്യാനും അതിനനുസരിച്ചുള്ള പോളിസി മേക്കിങ്ങിനും ഇത് അത്യാവശ്യമാണ്. സോ അതിലേക്ക് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ സ്റ്റെപ്പ് ചെയ്യുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ഈ നിയമം പാസ്സാക്കുമ്പോൾ നിയമസഭയിൽ BJPയുടെ പ്രതിനിധി സംഘത്തോട് നിങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ട് ഇതിൻ്റെ ദേശീയ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കണം. ഇപ്പം നേരത്തെ ദിവ്യ പറഞ്ഞത് ഇതിന് ലീഗൽ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ആ ലീഗൽ ഇഷ്യൂസിനെ മറികടക്കാൻ ചെയ്യേണ്ടത് എന്താണ്, ഭരണഘടനയിലുള്ള അമെൻമെൻറ്റ് വരണം. അത് ചെയ്യേണ്ടത് ആരാണ്, സർക്കാരാണ്. സർക്കാർ ഇനീഷ്യേറ്റ് ചെയ്താൽ ബഹുഭൂരിപക്ഷം കക്ഷികൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ തെലങ്കാന നിയമസഭയിൽ കൊണ്ടുവരുന്ന ബില്ലിനെ എല്ലാ കക്ഷികളും പിന്തുണയ്ക്കുകയാണ്. അവിടുത്തെ ഈ എല്ലാ കക്ഷികളെയും പിന്തുണച്ച് BJP അടക്കമുള്ള കക്ഷികളെ പിന്തുണച്ചാണ് ഈ ബില്ല് പാസ്സാവുന്നത്. അവിടെ അവർക്ക് എതിർക്കാൻ പറ്റില്ല. പക്ഷേ ദേശീയ അടിസ്ഥാനത്തിൽ ജാതി സെൻസസ് നടപ്പാക്കുക എന്ന ഒരു രാഷ്ട്രീയ നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുമോ?
ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ബില്ല് സുപ്രീം കോടതിയിൽ പരാജയപ്പെടാൻ പോവുകയാണെങ്കിൽ അതിനെ നിലനിൽക്കാൻ കഴിയുന്ന നിയമപരമായ പരിസരം കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുമോ? ഈ ക്വസ്റ്റ്യൻ മോദിയുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. സീരിയസ്ലി മോദി, ശരിയാണ്, JDU ഉള്ളപ്പോൾ തന്നെ ബീഹാറിൽ അവർ നടപടി എടുത്തപ്പോൾ തന്നെ ദേശീയ അടിസ്ഥാനത്തിൽ ഈ നയത്തോട് പൂർണ്ണമായും മോദി സർക്കാർ യോജിക്കുകയോ അതിനാവശ്യമായ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇത് BJPക്ക് മുമ്പിലേക്ക് ഒരു പുതിയ രാഷ്ട്രീയ ആയുധം കോൺഗ്രസ് എടുത്തു വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ഈ വളരെ പെട്ടെന്ന് നോക്കുമ്പം ഒരക്ഷരത്തിലൊരു വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നീക്കമാണ് നടത്തിയത്. ആ നീക്കം ഞാൻ വിചാരിക്കുന്നു BJPയെയും പ്രധാനമന്ത്രിയെയും സമ്മർദ്ദത്തിലാക്കാൻ പോകുന്ന ഒന്നാണ്. BJP അങ്ങനെ ഒരു ജാതി സെൻസസ് എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുവന്ന ഘട്ടത്തിലെല്ലാം BJP അതിനെ എതിർത്ത് പോരുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ആ നിലയ്ക്കുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം അവർക്ക് മുമ്പിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത്തത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് കാണണം. കേരളത്തിലെ സർക്കാരും ജാതി സെൻസസ് നടത്താനും ഏതൊക്കെ ജാതി വിഭാഗങ്ങളാണ് ഏറ്റവും മോശാവസ്ഥയിലുള്ളത് അവർക്കതിനകത്തുള്ള റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമോ എന്നത് നടത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു രാഷ്ട്രീയം എടുത്തുയർത്തി പറയുമ്പോൾ മുന്നോക്ക സംവരണം നടപ്പിലാക്കണമെന്ന് ആദ്യമേ കണ്ട ഒരു സർക്കാർ, ഒരു പാർട്ടി, അതിനുവേണ്ടി ഇടപെട്ട ഒരു പാർട്ടി, ജാതി സെൻസസ് എന്ന് പറഞ്ഞ പുതിയൊരു ആശയം രാജ്യത്ത് ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ തെലങ്കാനയിലെ തൊട്ടടുത്ത ഒരു സംസ്ഥാനത്ത് അത് നടപ്പിലാക്കി കഴിയുമ്പോൾ നമ്മളതിനകത്ത് എന്ത് എടുക്കുന്നു? ഈ സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ആശയത്തോട് കാണിച്ച ആവേശം നമ്മളിതിനോട് കാണിക്കുമോ എന്നത് നമ്മൾ ഉറ്റുനോക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. യെസ്, എന്തായാലും ജാതി സെൻസസിനെ എതിർക്കുന്നവർ തന്നെയാണ് BJP. ഇവിടെ രേവന്ത് റെഡ്ഡി നടത്തിയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കിനോട് ഏത് രീതിയിലായിരിക്കും BJP ദേശീയ നേതൃത്വം പ്രതികരിക്കുക എന്നതാണ് അറിയേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഭരണഘടനയിലെ ഭേദഗതിയടക്കം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രേവന്ത് റെഡ്ഡി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. എന്താകും മോദിയുടെ നിലപാട്, മറുപടി എന്നൊക്കെയാണ് ശ്രദ്ധേയമാവുക.